ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ടിഫിൻ ബോക്സിൽ കുട്ടികൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. മാത്രമല്ല ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയുണ്ട് അണ്ണാ? സാധനം എങ്ങനെയുണ്ട്? Super, double super. Like അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് അരമുറി തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയെടുത്തത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഇതുപോലത്തെ ഈ കറുത്ത ശർക്കരയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. നമുക്കിനി ഇതുപോലൊരു പാത്രത്തിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച ശർക്കര ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. മുന്നേ ഞാൻ ടിഫിൻ ബോക്സിൽ വെക്കണ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ജീരകമാണ്. ചെറിയ ജീരകമല്ലേ, ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും. അതും ചേർത്ത് കൊടുത്ത് ഞാൻ തീ കത്തിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്ത ശർക്കരയുടെ ഒരു കട്ട പോലെ ഇതിലുണ്ടാകും. വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഒന്ന് ലൂസായി കിട്ടാനായിട്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ചപ്പാത്തി മാവാണ് വേണ്ടത്. ചപ്പാത്തി മാവ് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ കൈമയൊക്കെ കുറച്ച് എണ്ണയൊക്കെ തൊട്ട് വരുത്തി പരത്തണ പലകയിലും കോലിലും കുറച്ച് എണ്ണ തൊട്ട് വരുത്തി. കാരണം നമ്മൾ പെട്ടെന്ന് തിരക്ക് പിടിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒട്ടി പിടിച്ച് പോയി കഴിഞ്ഞാൽ ഒക്കെ ശരിയാവാണ്ടാവും. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് പച്ചമാവിൽ ഇതുപോലെ മുക്കിയെടുത്ത് വെച്ചാണ് പരത്തിയെടുക്കണത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചും തിരിച്ചുവിട്ട് പരത്തിയെടുക്കാം. ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടി വേണം അതിന്. അതുപോലെ തന്നെ ഒരുപാട് വലിപ്പത്തിലും പരത്തിയെടുക്കാം. കുറച്ച് വലിപ്പം മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാണ് ശർക്കര തേങ്ങ വിളയിച്ചതില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറയാൻ മറന്നുപോയി, വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായയും കൂടി ചേർത്ത് കൊടുക്കാമായിരുന്നു കേട്ടോ തേങ്ങ വിളയിക്കുന്ന സമയത്ത്. ഇതുപോലെ ഒരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് മാക്സിമം ഇട്ട് കൊടുക്കാവുന്ന അത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കാം. തുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യണുള്ളൂ. നമ്മൾ ഇട്ട് കൊടുത്ത ശർക്കര ഇത് തുറന്നു പോകാത്ത രീതിക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് പതുക്കെ ഇടിച്ചെടുക്കാം. ഇലയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടയുടെ ഒരു പുതിയൊരു വേഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇലയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മൾ തിന്നണ ഇലയടയുടെ ചെറിയൊരു ടേസ്റ്റൊക്കെ ഇതിന് കിട്ടും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ കുറച്ച് തൊട്ട് വരേണ്ടത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അത് കുക്കാവുന്ന സമയം കൊണ്ട് അടുത്തതും കൂടിയും പരത്തിയെടുക്കാം. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് ഒന്നുകൂടിയും ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കിയതും കൂടി ഇതിൻ്റെ ഒരു സൈഡായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് എണ്ണയും കൂടിയും തൊട്ട് വെട്ടി കൊടുക്കാം അതിൻ്റെ മുകളിലൊക്കെ. ഒരുപാട് എണ്ണ തേച്ച് കൊടുക്കണ്ട, ഭയങ്കര ഓയിലായി പോകും. അപ്പോൾ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഇതുപോലെ തന്നെ രണ്ടും തിരിച്ച് മറിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നത് കൊണ്ട് ഉൾഭാഗമൊക്കെ നന്നാവും വെന്തോളും, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ സൈഡ് തുറന്നു പോകാത്ത രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ ശർക്കരയൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. വീഡിയോൻ്റെ അവസാനം ഞാൻ ഈ ഉണ്ടാക്കുന്ന സ്നാക്കിൻ്റെ പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്.
അത് നിങ്ങൾ അവസാനം വരെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി കുറച്ച് നേരത്തേക്ക് വോയിസ് ഇല്ല കേട്ടോ, ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിരുന്നോളൂ, സ്കിപ്പ് ചെയ്യാതെ കണ്ടിരുന്നോളൂ. അപ്പോൾ നമ്മുടെ ഇലയില്ല അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.